നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാന രഹസ്യം ഇതാണ്. യേശു ക്രിസ്തു മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപം ഏറ്റെടുത്തു. മനുഷ്യവംശം, അത് എളുപ്പം മനസ്സിലാക്കാൻ, മനുഷ്യവംശം മുഴുവനും പാപത്തിൽ വന്നത് ഉത്ഭവപാപത്തിലൂടെയാണ്. ആ ഉത്ഭവപാപം യേശു ഏറ്റെടുത്തതിലൂടെ മനുഷ്യവംശം മുഴുവൻ്റെയും പാപം യേശു ഏറ്റെടുത്തു. കൈവീശി കാണിച്ചത് എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ്, കർത്താവായ യേശുവേ, അങ്ങ് മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപം ഏറ്റെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരാശ്വാസം ഇല്ലേ? അപ്പോൾ വീണ്ടും ഈ അമ്മച്ചിയുടെ അടുത്തേക്ക് വരാം. അമ്മച്ചി കുറേ നേരം പറഞ്ഞ് മനസ്സിലായി, അമ്മച്ചിക്ക് മനസ്സിലായി. അപ്പോൾ അമ്മച്ചി പറയുകയാണ്, എൻ്റെ കർത്താവേ, ഞാനപ്പോൾ ഇവനെ ഈ വഴക്ക് പറഞ്ഞതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവനെ വഴക്ക് പറഞ്ഞത് കൊണ്ടോ അവനെ ശിക്ഷിച്ചത് കൊണ്ടോ അവൻ്റെ ഈ പാപത്തിൽ നിന്ന് അവന് വിമോചനം ഉണ്ടാകുമോ? ഇല്ല. മറിച്ച് എന്ത് ചെയ്യണം? ഈ അമ്മച്ചി തന്നെ വിശ്വസിക്കണം, ഈ എൻ്റെയും ഇവൻ്റെയും പാപം യേശു ഏറ്റെടുത്തു. അപ്പോൾ അമ്മച്ചി, നാളെ അവൻ വരുമ്പോൾ എന്ത് പറയണം? ഞാൻ അവനോട് പറയും, മകനെ, നിൻ്റെ ഈ മദ്യപാനവും ഈ കഞ്ചാവും ഒന്നും നിനക്ക് സ്വയം മാറ്റാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പാപത്തിന് കൂടി വേണ്ടിയാണ് നീ കുരിശിൽ പീഡ അനുഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ജ്ഞാനം എന്നിൽ ജ്ഞാനസ്നാനത്തിലൂടെ പൂർണ്ണമായി തുറക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തു പാപം ഏറ്റെടുത്തതിൻ്റെ കൃപ നമ്മളിൽ തുറക്കും. പിന്നെ നമുക്ക് ആ പാപം ചെയ്യാൻ പറ്റില്ല. അതാണ് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നതെന്നതിൻ്റെ അർത്ഥം. സത്യം എന്താണ്? സത്യം ഇതാണ്, യേശുവാണ് സത്യം. സത്യം തന്നെയായ യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, മനുഷ്യവംശത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നറിയണം നമ്മൾ. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ഈ ലൈറ്റ് ഓൺ ചെയ്തേ, രണ്ട് ലൈറ്റ്. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശു ക്രിസ്തു വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനിയും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഈശോ വന്നത്. എന്നാൽ നമ്മൾ ഇതറിയണം. നമ്മളിത് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ആ അറിവ് മറ്റുള്ളവരിലേക്ക് പകരാൻ പറ്റും. മറിച്ച് യേശു ക്രിസ്തു ഞങ്ങൾ ക്രിസ്ത്യാനികളില്ല, നിങ്ങൾ ഹിന്ദുക്കൾക്ക് നിങ്ങളുടെ ദൈവം, മുസ്ലിമിന് നിങ്ങളുടെ ദൈവം എന്നതല്ല നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം എന്താണ്? യേശു ക്രിസ്തു ഭൂലോകപാപം നീക്കിയ ദൈവത്തിൻ്റെ ചെമ്പുരിയാട്ടിൻകുട്ടിയാണ്. ഭൂലോകപാപം മൂലമാണ് ഇന്ന് IS-കാരും ക്രിസ്തുമത വിരോധികളും എല്ലാം ചെയ്യുന്നത് ഈ ആദത്തിൻ്റെ പാപം കൊണ്ടാണ്. മനസ്സിലായോ? ഈ ആദം ചെയ്ത പാപത്തിൻ്റെ പരിണത ഫലമാണ് പ്രപഞ്ചത്തിലുണ്ടായിട്ടുള്ള എല്ലാ പാപവും. പക്ഷെ ഭയപ്പെടേണ്ട. എന്തുകൊണ്ട് ഭയപ്പെടേണ്ട? യേശു ക്രിസ്തു ഇത് മുഴുവനും ഏറ്റെടുത്തു. അതിൻ്റെ ഒരു ചിന്തയാണ് ഈ 50 ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 50 ദിവസം മുഴുവനും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശു ക്രിസ്തു എങ്ങനെ ഈ ലോകത്തെ മുഴുവനും രക്ഷിച്ചുവെന്നും അതിൻ്റെ അന്തിമ ദിവസങ്ങളിൽ ആ യേശുവിൻ്റെ ഉത്ഥാനം അവിടെ തീരുന്നില്ല. അത് കഴിഞ്ഞ്
കുറേ ദിവസം കഴിയുമ്പോൾ യേശുവിൻ്റെ സ്വർഗാരോഹണം അവിടെയും തീരുന്നില്ല. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോൾ പന്തക്കുസ്ത. അപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ സഭയുടെ മേൽ മുഴുവനായി അനുഭവിച്ചതിൻ്റെ ഓർമ്മ. ആ പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതം. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തരുന്നു. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി നമുക്കിങ്ങനെ ചിന്തിക്കാം, എന്താണ് ആ ഉത്ഭവപാപം എന്ന് പറഞ്ഞാൽ? അവിടെയും നമ്മൾ കാണുന്നത് ഒരു പ്രതീകമാണ്, ഒരു വൃക്ഷം. ആ വൃക്ഷത്തിൻ്റെ ഫലം, ആ ഫലം തിന്നരുതെന്ന് പറഞ്ഞു. പിശാച് വന്നിട്ട് പറയുകയാണ്, ഈ എല്ലാ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെ ഫലം തിന്നാലും പിന്നെ ഒരെണ്ണം കൂടി തിന്നാൻ എന്താ കുഴപ്പം? അപ്പോൾ എന്താണ് ആ വൃക്ഷം? എന്തായിരുന്നു ആ വൃക്ഷം? എന്തായിരുന്നു ആ തിന്നരുതെന്ന് പറഞ്ഞ ഫലം? ഒന്ന് പറഞ്ഞെല്ലാവരും. എന്ത് തിന്നരുതെന്നാണ് പറഞ്ഞത്? അപ്പം ഈ ഫലമോ ആ പഴമോ അതെല്ലാം പ്രതീകങ്ങളാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞത് നന്മ തിന്മകളുടെ തിരിച്ചറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിക്കരുത്. തിരിച്ചറിവ്, നന്മ തിന്മകളുടെ തിരിച്ചറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ, നന്മ തിന്മകൾ തിരിച്ചറിയുക എന്നത് ദൈവത്തിന് മാത്രം ഉള്ള ഒരു കഴിവാണത്. ദൈവത്തിന് മാത്രമുള്ള ഒരു കഴിവാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയോ? ഇവിടെ ഇരിക്കണ ആർക്കെങ്കിലും അറിയോ? 10 വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഇവിടെ ഇരിക്കണ ആർക്കെങ്കിലും അറിയോ? പക്ഷേ ദൈവത്തിനറിയാമോ? ദൈവത്തിനറിയാമോ? അറിയാം. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവവുമായിട്ടുള്ള ഒരു സഹഭാഗിത്വത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ. എനിക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ എന്നെ ഞാൻ തന്നെ നയിച്ചോളാം, അതല്ല മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ആട് എടയൻ എന്ന ഒരു പ്രതീകം, വീണ്ടും പ്രതീകം ഇല്ലേ? ആട് എടയൻ. ഇപ്പോൾ ഇവിടെ ബിഷപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു എടയൻ്റെ വടിയാണ് കയ്യിലുള്ളത് ഇല്ലേ? അപ്പോൾ ബൈബിളിൽ ഉടനീളം കാണുന്ന വലിയൊരു പ്രതീകമാണ് ആടും എടയനും. എടയൻ മുൻപേ പോകുന്നു. എടയൻ്റെ ശബ്ദം കേട്ട ആടുകൾ എടയനെ അനുഗമിക്കും. ഇതാണ് ക്രിസ്തീയ ജീവിതം. ഇന്ന് ആ ഇടയൻ പരിശുദ്ധാത്മാവായിട്ട് നമ്മുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട്, ലോകത്തിൻ്റെ പ്രകാശമായി ആ ക്രിസ്തുവായി നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മളെ വഴി നടത്തുന്നു. ഇപ്പം നോക്കി, മനുഷ്യൻ്റെ അറിവ്, അവൻ്റെ ബുദ്ധിശക്തിയും എന്തായിരിക്കണം? അവൻ ഇടയൻ സ്വരം കേൾക്കുക, ഇടയൻ കൊണ്ടുപോകുന്നിടത്തേക്ക് കൊണ്ടുപോകുക. അതാണ് കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അതൊന്ന് വായിച്ചേ, 23-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചേ. ഈ സങ്കീർത്തനങ്ങളെല്ലാം പുതിയ നിയമത്തിൽ യേശുവിലൂടെ സംസ്ഥാപിതമാകാനിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ സങ്കീർത്തനങ്ങൾ മുഴുവനും യേശുവിന് 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ടിരിക്കുന്നതാണെങ്കിലും യേശുവിനെക്കുറിച്ചും യേശുവിലൂടെ ഉണ്ടാകാനിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുമാണ് സങ്കീർത്തനങ്ങൾ മുഴുവനും പറയുന്നത്. ഒന്ന് വായിക്കാം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. നിൽക്കട്ടെ. ഇത് എത്ര മനോഹരമാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ,
എനിക്ക് ഒന്നിനും കുറവുണ്ടാകയില്ല. എങ്ങനെയാണെങ്കിൽ കർത്താവാണ് എൻ്റെ ഇടയൻ. കർത്താവ് നമ്മുടെ ഇടയനും നമ്മൾ ആ ഇടയനോട് കൂട്ടായ്മയുള്ള ഒരു ജനമാണെങ്കിൽ നമുക്ക് ഒന്നിനും കുറവുണ്ടാകില്ല. ആടിന് എന്ത് വേണമെന്നുള്ളത് ഇടയൻ മുൻകൂട്ടി കരുതുന്നുണ്ടോ ഇല്ലയോ? ഞാൻ അവയ്ക്ക് പച്ചയായ പുൽത്തകിടിയിലേക്ക്. ഇടയൻ്റെ രാവിലെ എഴുന്നേറ്റാൽ ഇടയൻ ഒരു കാര്യമേ ഉള്ളൂ, എൻ്റെ ആടുകളെ തീറ്റണം. അപ്പം ഈ പച്ചയായ പുൽത്തകിടി എന്ന് പറയണത് കണ്ടോ, ഇപ്പം നോക്കിയേ, നമ്മൾ പറഞ്ഞ ആശയം പ്രതീകം എന്ന് പറയണത്, ഇതിനകത്ത് പറഞ്ഞേക്കണ എല്ലാ വാക്കും പ്രതീകമല്ലേ? ആട് പ്രതീകം, ഇടയൻ പ്രതീകം, പുൽത്തകിടി പ്രതീകം, ജലാശയം പ്രതീകം. കണ്ടോ? അപ്പം നമ്മൾ ഇനി ആഗ്രഹിക്കേണ്ടത്, ഒരു വചനം വായിക്കുമ്പോൾ ആ വചനത്തിലെ പ്രതീകങ്ങളുടെ അർത്ഥം എന്താണെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. സഭയുടെ പ്രബോധനങ്ങളിലും വലിയ പണ്ഡിതൻ അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ദി ചർച്ച്, സഭാപിതാക്കന്മാരും വേദപാരംഗതന്മാർക്കും പരിശുദ്ധാത്മാവ് ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പോപ്പ് ബെനഡിക്റ്റ് പറയുണ്ടായി, പച്ചയായ പുൽത്തകിടി എന്ന് പറയുന്നത് ഈശോ മനുഷ്യരെ, ദൈവജനത്തെ തൻ്റെ ജീവനുള്ള വചനം ഭക്ഷിക്കാൻ കൊടുക്കും എന്നതാണ് അതിൻ്റെ അർത്ഥം. ആ ജലാശയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാകുന്ന ജീവജലം അവർക്ക് കൊടുക്കുമെന്നാണ് അർത്ഥം. അങ്ങനെ ഒരു ക്രിസ്ത്യാനി, ഒരു വ്യക്തി യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ ഇടയനായി സ്വീകരിച്ച് ആ ഇടയനെ വിധേയപ്പെട്ട് ജീവിക്കുകയും ആ ഇടയൻ നൽകുന്ന ദൈവവചനവും പരിശുദ്ധാത്മാവും അവൻ്റെ ജീവിതത്തിൻ്റെ കാതലായ അംശമായിട്ട് മാറുമ്പോൾ അവൻ ഒന്നിനും കുറവുണ്ടാകയില്ല. അവൻ നീതിയുടെ പാതയിൽ ജീവിക്കും. ഈ നീതി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ലോകത്തിൽ കാണുന്ന നീതിയല്ല, അത് പിന്നെ പഠിക്കാം. ഇനി അങ്ങനെയുള്ളൊരു വ്യക്തി മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും, അതായത് ഇപ്പം നമ്മൾ ക്രിസ്ത്യാനികളാണ്, ജ്ഞാനസ്നാനം സ്വീകരിച്ചു, സ്ഥൈര്യലേപനം സ്വീകരിച്ചു, വിശുദ്ധ കുർബാനയും സ്വീകരിച്ചു, ദൈവവചനവും സ്വീകരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, എന്നിട്ടും നമ്മളിൽ ഇപ്പോഴും ചില പാപങ്ങൾ ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അങ്ങനെയുള്ള ആ പാപാവസ്ഥകൾ അവരിൽ ഉണ്ടായാലും അവൻ്റെ മേൽ ദൈവം കരുണയുള്ളവരാണ്. അവൻ്റെ സകല പാപങ്ങളും ദൈവം അവനിൽ ക്ഷമിക്കും. അതാണ് ദൈവനീതി. എൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു ഹിന്ദി പാട്ടാണ്. ഹിന്ദി ഈ സങ്കീർത്തനത്തിൻ്റെ ഹിന്ദി പാട്ടാണ്. ആ ഹിന്ദിയിൽ പാടുന്നത് ഈ ഇടയൻ എന്ന് പറയുന്നതിന് ഗഡരിയ എന്നാണ് പറയുന്നത്. യേശു ഹേ സച്ച ഗഡരിയ ഉസ്കെ ഹം ബേഡേ ഹേ ഹരി ചരായിയോ മേ. പച്ച പുൽത്തകടിയിൽ ഹരി പച്ച. ഹിന്ദിയൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ സ്കൂളിൽ? ഒന്ന് ഓർത്ത്. ഹരി ചരായിയോ മേ ഹമ്മേ ചരാത്താ ഹേ. പച്ച പുൽത്തകടിയിൽ അവൻ നമ്മളെ മേയിക്കും. ഹരി ചരായി. പിന്നെ घाटी पहाड़ियों में ले चलता है जहां पर सुगधाई जल की झरने बहती है. അതായത് അവൻ നമ്മളെ വലിയ താഴ്വരകളിലൂടെ എല്ലാം കൊണ്ടുപോയാലും ആ ജലാശയത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്ത് നിഴൽ വീണ താഴ്വരയിലൂടെ കൊണ്ടുപോയാലും हमें किसी का डर अब नहीं है क्योंकि हमारे साथ യേശു है. എനിക്ക് ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ കൂടെ യേശുണ്ട്. അതാണ് നമ്മൾ പാടാറുള്ളത്, കൂടെയുണ്ട് 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 കൂടെയുണ്ട്. ഇന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ,
ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. എല്ലാവരും കൈയടിച്ചെന്ന് പാടി. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിന്ന് അത് നീട്ടി ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചതൊക്കെ പണ്ട് കേട്ടിട്ടുള്ളതാണ് ഇല്ലേ? അക്കരയ്ക്ക് യാത്ര ചെയ്യും സഞ്ചാരി. സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. സിയോൻ യാത്രയതി മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. സിയോൻ യാത്രയതി മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതി മനമേ ഭയമൊന്നും വേണ്ടിനിയും. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള പദവിയുണ്ട്. 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 കൂടെയുണ്ട് കർത്താവ്. നല്ല ഇടയനായി നമ്മുടെ കൂടെയുണ്ട്. ഇടയൻ ആടുകളെ നയിക്കുന്ന പോലെ നമ്മൾക്ക് ഒന്നിനും കുറവുണ്ടാകും. കടലിൽ നീയെന്നു പാത തേടിച്ചു. മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി. ഇരുളിൽ സ്നേഹനാളമായി. സീനായ് മാമല മുകളിൽ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ എന്ന് പാത തെളിച്ചു. മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി. ഇരുളിൽ സ്നേഹനാളമായി. സീനായ് മാമല മുകളിൽ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ആകാശത്തെങ്ങും തേടേണ്ട നീ, താഴെ ഈ ഭൂമിയിലും തേടേണ്ട നീ. അഴിവിന്നാഥൻ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ആകാശത്തെങ്ങും തേടേണ്ട നീ, താഴെ ഈ ഭൂമിയിലും തേടേണ്ട നീ. കനിവിന്നാഥൻ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ഇന്നും
നിന്റെ കൂടെ വാഴും. ശ്രീയേശുനാമം അതിശയനാമം ഏഴനിക്കുംബനാമം. യേശുനാമം അതിശയനാമം ഏഴനിക്കുംബനാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വട്ടും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. 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 പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എന്നിൽ വസിക്കുന്ന യേശുവേ, എൻ്റെ നല്ല ഇടയാ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇരിക്കാം. ഇപ്പം നമ്മൾ എന്താ പാടിയേ? ഇടയൻ, ആടുകൾ. ഈ പ്രതീകത്തിൽ നമ്മൾ ആടുകളാണോ? നമ്മൾ ആടുകളാണെങ്കിൽ ഇടയന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ടോ? ഉണ്ടോ? നമ്മൾ ആടുകളാണെങ്കിൽ നമ്മൾ തന്നെത്താനെ പുൽത്തകടി നോക്കണോ? അതോ ഇടയൻ കൊണ്ടുപോകുന്ന പുൽത്തകടി തേടണോ? ഇതാണ് ഈ ഉത്ഭവഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവൻ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം അന്വേഷിക്കാനല്ല. അവൻ തൻ്റെ സൃഷ്ടാവിൻ്റെ കയ്യിലാണ് എപ്പോഴും. ഇത് നോക്കൂ, ഇത് സൃഷ്ടാവിൻ്റെ കൈയാണ്. ഇത് ഈ കയ്യിൽ ഉള്ള ഈ പേന കണ്ടോ? ഇത്ര ഭംഗിയായിട്ട് നിൽക്കണം, ആണോ ഇല്ലയോ? ഈ സൃഷ്ടി സൃഷ്ടാവിൻ്റെ കയ്യിലാണ്. കണ്ടോട്ടോ. ഇപ്പോൾ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള പീഡകൾ, പാപമാകാം, ബലഹീനതയാകാം, കടബാധ്യതയാകാം, രോഗമാകാം, എല്ലാം ആയിട്ട് ഇയാൾ തളർന്നു വീണിരിക്കുന്നു. ഇപ്പോഴും ഇയാൾ എവിടെയാ? ഇപ്പോഴും എവിടെയാണ്? കർത്താവിൻ്റെ കയ്യിൽ തന്നെ. സമാധാനമായോ? ഇതാണ് ജ്ഞാനം. ഇപ്പോഴും എവിടെ തന്നെയാണ്? അപ്പോൾ സൃഷ്ടാവ്, സൃഷ്ടി തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കണം. ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന് ശേഷം ഇനി നിനക്ക് ഇഷ്ടംമാതിരി അങ്ങ് ജീവിച്ചോളാൻ ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം സൃഷ്ടിച്ചതിനെയെല്ലാം ദൈവം പരിപാലിക്കും എന്ന ഗ്യാരണ്ടിയിലാണ് സൃഷ്ടിച്ചേക്കണത്. ദൈവം സൃഷ്ടിച്ചതിനെല്ലാം ദൈവം പരിപാലിക്കും. അതിനെയാണ് ദൈവപരിപാലന എന്ന് നമ്മൾ പറയുന്നു. എന്ന് പറഞ്ഞ എല്ലാവരും ദൈവ പരിപാലന. എന്താണ് ദൈവപരിപാലന? ദൈവം സൃഷ്ടിച്ചതിനെ ദൈവം തന്നെ പരിപാലിക്കും. ഇതൊരു സത്യമാണ്. ഇത് ദൈവത്തിനെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിനെ ഇതാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ദൈവം സൃഷ്ടിച്ചോ? സൃഷ്ടിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈ മൊട്ടത്തലയിൽ മുടിയൊക്കെ വളരണ കണ്ടോ? ആരാ ഇത് ചെയ്യണേ? ഇപ്പോഴും നമ്മുടെ ശരീരം വളരുന്നുണ്ടോ? നമ്മളുടെ ശരീരത്തിൽ സൃഷ്ടി പ്രവർത്തനം ഇപ്പോഴും നടക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ നമ്മളെ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ സൃഷ്ടിച്ച് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല.
സൃഷ്ടി പ്രപഞ്ചം മുഴുവനും ഒരു ജേണിയിങ് പ്രോസസ്സിലൂടെയാണ്. ഒരു ജേണിയിങ് എന്ന് പറഞ്ഞാൽ ഒരു യാത്ര, ഒരു തീർത്ഥാടനം പോലെയാണ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചു, എന്നാൽ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മളിപ്പോഴും. നമ്മൾക്ക് ഓരോ നിമിഷവും വേണ്ടുന്ന ശ്വാസവും നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം ദൈവം തന്നെ തരുന്നു എന്ന ഒരവസ്ഥയ്ക്കാണ് ദൈവപരിപാലന എന്ന് പറയുന്നത്. ഇതാണ് ഈശോ പറഞ്ഞത്, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. ദൈവം അവരെ പരിപാലിക്കുന്നുവെങ്കിൽ ഈ വയലിലെ പുല്ലുകളെ നോക്കുവിൻ. സോളമൻ പോലും ഇത്രയും ഈ പുല്ലുകളെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്ന് നാളെ തീയിലെറിയപ്പെടുന്ന ഈ പുല്ലുകളെ ദൈവം ഇത്ര അധികമായി പരിപാലിക്കുമെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. എൻ്റെ കർത്താവേ, ഒന്ന് ചിന്തിച്ചു നോക്കി. പക്ഷേ ഉത്ഭവഭാവത്തിൻ്റെ ആ അംശം നമ്മളിൽ ഇപ്പോഴും ഉള്ളത് കൊണ്ട് എന്തായിരുന്നു അപ്പോൾ ഉത്ഭവഭാവം? ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഓമന വാത്സല്യ മക്കളായ അവർക്കെല്ലാം ദൈവം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഒരു വൃക്ഷത്തിന്മ മാത്രം നീ തൊടരുത്. അവിടെ ജീവന്റെ വൃക്ഷം ഉണ്ടായിരുന്നു.